മുട്ടുവേദനയുമായി ഡോക്ടർക്ക് ചെന്നപ്പോൾ മുട്ടിൻ്റെ തേയ്മാനമുണ്ട്, അതിനൊരു ഇഞ്ചക്ഷൻ വെക്കണം എന്ന് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ഇഞ്ചക്ഷൻസ് ഉണ്ട്. അത് എന്തൊക്കെ തരമാണുള്ളത്, എങ്ങനെയൊക്കെയാണിത്, ആർക്കൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതിന് ശേഷം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. മുട്ടുവേദന അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, മുട്ട് തേയ്മാനം കൊണ്ട് വരാം, നമ്മളെ മുട്ടിൻ്റെ വള്ളികൾക്കുള്ള പരിക്ക് കൊണ്ട് വരാം, മസിലിൻ്റെ പരിക്കുകൾ കൊണ്ട് വരാം, കാർട്ടിലേജിൻ്റെ തേയ്മാനം കൊണ്ട് വരാം. പല തരത്തിലുള്ള കാരണങ്ങളുണ്ട് മുട്ടുവേദനയ്ക്ക്. ഞാനിപ്പോൾ പറയുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അതായത് മുട്ട് വെയർ ആൻഡ് ടയർ കൊണ്ട്, പ്രായബാധിക്യം കൊണ്ട് വരുന്ന കാർട്ടിലേജിൻ്റെ വെയർ ആൻഡ് ടയർ കൊണ്ട് വരുന്ന മുട്ട് തേയ്മാനത്തിൻ്റെ ഇഞ്ചക്ഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ മുട്ട് തേയ്മാനം എന്ന് പറയുമ്പോൾ തന്നെ എല്ലുകൾക്കിടയിലുള്ള കാർട്ടിലേജിൻ്റെ തരുണാസ്ഥി തേഞ്ഞു പോവുകയും അതിൻ്റെ എല്ലുകൾക്കിടയിലുള്ള ആ ഗ്യാപ്പ് കുറഞ്ഞു പോവുകയും അതിൻ്റെ ഒരവ് സംഭവിക്കുകയും ചെയ്യുമ്പോഴാണ് മുട്ട് തേയ്മാനം എന്ന് പറയുന്നത്. പല സ്റ്റേജസ് ഉണ്ട്. 1 to 4 വരെയാണ് നമുക്ക് സ്റ്റേജ് ചെയ്യാൻ പറ്റുന്നത്. 4th സ്റ്റേജ് എന്ന് പറയുമ്പോൾ എല്ലുകൾ തമ്മിൽ തട്ടിപ്പോവുകയും ഈ തരുണാസ്ഥി തീർന്നു പോയിട്ട് തട്ടിപ്പോവുകയും അത് സർജറിയിലേക്ക് പോവുകയും ചെയ്യും. പക്ഷേ 0 to 3 വരെയുള്ള സ്റ്റേജസിനാണ് ഈ ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ മുട്ടിൻ്റെ ഇഞ്ചക്ഷൻസ് പല വിധത്തിലുണ്ട്. മെയിൻലി നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നത് 4 തരത്തിലാണ്. അതിൽ ഫസ്റ്റ് വരുന്നത് സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻസാണ്. സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ പണ്ടുകാലം തൊട്ടേ ചെയ്തു വരുന്നൊരു ഇഞ്ചക്ഷനാണ്. അതായത് മുട്ടിൻ്റെ ഉള്ളിൽ നീർക്കെട്ട് കുറയ്ക്കാനും അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഇൻഫ്ലമേഷൻ കാര്യങ്ങളും ആ ഒരു സ്റ്റിഫ്നെസ്സും വേദനയൊക്കെ കുറയ്ക്കാനും ഇത് സഹായിക്കും. ഇഞ്ചക്ഷൻ നമുക്ക് 2 തരത്തിൽ ചെയ്യാം. ഒന്ന് ബ്ലൈൻഡ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഇമേജ് ഗൈഡഡ് ആയിട്ട് ചെയ്യാം. അതായത് ഒരു എക്സ്റേയുടെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ അൾട്രാസൗണ്ടിൻ്റെ സഹായത്തോടു കൂടിയോ മുട്ടിൻ്റെ ഉള്ളിലേക്ക് ആ നമ്മൾ കൊടുക്കുന്ന ഇഞ്ചക്ഷൻ അവിടെ എത്തുന്നു എന്നുള്ള കറക്റ്റായിട്ട് നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻസ് പൊതുവേ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കും. ഒരു പരിധി വരെ നമുക്ക് കുറേ മാസങ്ങളോളം ഈ വേദന ഇല്ലാതിരിക്കാൻ സഹായിക്കും. സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻസ് പൊതുവെ ഇഞ്ചക്ഷൻ ചെയ്യുന്ന സമയത്ത് ആ തരിപ്പിച്ച് ചെയ്യുന്ന പ്രൊസീജിയറാണ്. അതിന് പിറ്റേന്ന് പ്രത്യേകിച്ച് അങ്ങനെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടായിക്കൊള്ളുന്നില്ല. എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റില്ല. ഷുഗർ വല്ലാതെ കൂടുതലുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ശരീരത്തിൽ കൗണ്ട് കൂടിയ ആൾക്കാർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ സോഴ്സ് സംഭവിക്കാൻ സാധ്യതയുള്ള ആൾക്കാർക്കോ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ ഇഞ്ചക്ഷനാണ് ഹൈലൂറോണിക് ആസിഡ് ഇഞ്ചക്ഷൻ, അല്ലെങ്കിൽ വിസ്കസ് ജെല്ല് പോലത്തെ, അതായത് ലൂബ്രിക്കേറ്റിംഗ് ജെല്ല് ഇഞ്ചെക്ട് ചെയ്യുക എന്നുള്ളത്. അത് പലതരത്തിലുള്ള ബ്രാൻഡുകളുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ഈ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു ലൂബ്രിക്കേറ്റിംഗ് ഫ്ലൂയിഡ് ഉണ്ട്, അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് സിന്തറ്റിക് ആയിട്ടുള്ള ഒരു ലൂബ്രിക്കേറ്റിംഗ് ജെല്ല് മുട്ടിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുക എന്നുള്ളതാണ് ഹൈലൂറോണിക് ആസിഡ് ഇഞ്ചക്ഷനും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഇഞ്ചക്ഷനും ഡേ കെയർ പ്രൊസീജിയറാണ്. ഇതെല്ലാം ഡേ കെയർ പ്രൊസീജിയർ തന്നെയാണ്. ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് തരിപ്പിക്കുന്നു, ആ ഭാഗത്ത് ഒരു സിന്തറ്റിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ മുട്ടിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നു, തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഇത് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു 6 മാസം കൂടുമ്പോൾ ചെയ്യാൻ പറ്റും, 1 വർഷം കൂടുമ്പോൾ ചെയ്യാൻ പറ്റും. എല്ലാം നമ്മളുടെ മുട്ടിൻ്റെ ഇടയിലുള്ള ഫ്രിക്ഷൻ കുറയ്ക്കാൻ സഹായിക്കും. മൂന്നാമത്തെ തരം ഇഞ്ചക്ഷനാണ് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ തെറാപ്പി, അല്ലെങ്കിൽ ബോൺ മാരോ ആസ്പിറേറ്റ് എന്ന് പറയുന്ന റീജനറേറ്റീവ് കാറ്റഗറിയിൽ പെട്ടുന്ന ഇഞ്ചക്ഷൻ. ഈ ഇഞ്ചക്ഷന് അതും ഡേ കെയർ പ്രൊസീജിയർ തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മളുടെ തന്നെ ബ്ലഡ് പ്രൊഡക്റ്റും അല്ലെങ്കിൽ ബോൺ മാരോ ആസ്പിറേറ്റാണ് ഉപയോഗിക്കുന്നത്. PRP എന്ന് ഉദ്ദേശിക്കുന്നത് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മയാണ്. അതായത് നമ്മളുടെ ബ്ലഡിലുള്ള ഹോൾ ബ്ലഡിലുള്ള പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്ന ഘടകം മാത്രം മാറ്റി എടുത്ത് അത് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് മുട്ടിലേക്ക് ഇഞ്ചക്ഷൻ രൂപത്തിൽ കൊടുക്കുന്നു. ഇത് നമുക്ക് 3 സ്റ്റെപ്പായിട്ടാണ് ചെയ്യേണ്ടത്. അതായത് 3 വീക്സ് അപ്പാർട്ട്, 3 ആഴ്ചകളുടെ ഇടവിട്ട് ഓരോ സ്റ്റെപ്പ് വീതം ചെയ്യണം. അത് പേഷ്യൻ്റ് ബ്ലഡ് എടുക്കണം, ഒരു 1 hour പ്രോസസ്സിങ് ടൈം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് തരിപ്പിച്ചിട്ട് മുട്ടിലേക്ക് ഇമേജ് ഗൈഡഡ് ആയിട്ട് കൊടുക്കണം. അൾട്രാസൗണ്ട് സഹായത്തോടു കൂടി മുട്ടിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കണം. BMAC എന്ന് പറയുന്നത് ബോൺ മാരോ ആസ്പിറേറ്റ് ആണ്. അത് തിയേറ്റർ പ്രൊസീജിയറാണ്. തിയേറ്ററിനുള്ളിൽ കയറ്റിയിട്ട് ബോൺ മാരോ, അതായത് ഹിപ്പിൻ്റെ ഭാഗത്തുള്ള ബോൺ മാരോ ആസ്പിറേറ്റ് ചെയ്തെടുക്കുന്നു. ഒരു 1 to 1.5 hours പ്രോസസ്സിങ് ഉണ്ട്. സ്റ്റെം സെൽസ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അത് മുട്ടിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചക്ഷൻ രൂപത്തിൽ കൊടുക്കുന്നു. ഇതിന് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ പോലെ പെട്ടെന്ന് അങ്ങ് ചെയ്തു പോകാൻ പറ്റില്ല. രാവിലെ വന്നു കഴിഞ്ഞാൽ ഉച്ച ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്കേ പോകാൻ പറ്റുള്ളൂ. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്ന സമയത്തുള്ള ബുദ്ധിമുട്ടും ചെറിയ വേദനയൊക്കെയാണ്. ചിലപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ 1-2 ദിവസം ചെറുതായിട്ട് ഒരു സ്റ്റിഫ്നെസ്സും ബുദ്ധിമുട്ടും ഒരു വേദനയൊക്കെ ഫ്ലെയർ അപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ എല്ലാവർക്കും വന്നോളൊന്നുമില്ല. 4ാമത്തെ ഇഞ്ചക്ഷനാണ് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ. അതായത് നമ്മളുടെ മുട്ടിൻ്റെ ചുറ്റുമുള്ള വേദന കൊണ്ടുപോകുന്ന നാഡികളുണ്ട്, ജെനിക്കുലർ നെർവ്സ് എന്ന് പറയും. അതായത് നമ്മളുടെ മുട്ട് ചലിപ്പിക്കാനും മുന്നോട്ട് വളയാനും മടക്കാനും നടക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത് മോട്ടോർ നെർവ്സാണ്. അത് മസിൽസിൽ സപ്ലൈ ചെയ്യുന്ന നെർവ്സാണ്. പക്ഷേ വേദന കൊണ്ടുപോകുന്ന നെർവ്സ് സെൻസറി നെർവ്സാണ്. അപ്പോൾ ഈ സെൻസറി നെർവ്സിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവിടെ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ചെയ്യാൻ പറ്റും. ഇതും തിയേറ്റർ പ്രൊസീജിയറാണ്. നല്ല ഗ്രേഡ് 4 ഉള്ള ആൾക്കാർക്കൊക്കെയാണ് ഇത് കൂടുതലും ചെയ്യുന്നത്. ഗ്രേഡ് 4 ഉള്ള ആൾക്കാർ ഓപ്പറേഷനാണ് ചെയ്യേണ്ടത്. പക്ഷേ അവർക്ക്
പ്രത്യേക എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അനസ്തേഷ്യ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വിഷമമുള്ള ആൾക്കാർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ലാത്ത ആൾക്കാർക്ക് ഈ പ്രൊസീജിയർ ചെയ്യുന്ന വേദന കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇത് ചെയ്യുന്നത് കുറച്ച് പെയിൻഫുൾ ആണ്. അതുകൊണ്ട് തന്നെ അവരെ ഒരു സെഡേറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ചെയ്യേണ്ടി വരിക. ചെയ്ത് കഴിഞ്ഞ് അന്ന് തന്നെ നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോകാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് എക്സസൈസും കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഞ്ചക്ഷൻ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഇനി ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? സാധാരണഗതിയിൽ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻസോ അല്ല PRP എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഇനീഷ്യൽ കുറച്ച് ദിവസം നമ്മൾ റെസ്റ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഹീലിംഗ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുള്ള സമയവും സാവകാശം നമ്മൾ കൊടുക്കണം. പിന്നെ ഗ്രേഡഡ് ആയിട്ട് ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്ത് മസിൽസിൻ്റെ സ്ട്രെങ്ത് ഒക്കെ കൂട്ടി അതിൻ്റെ ഒരു പ്രോട്ടോകോൾ വൈസ് നമ്മളൊരു 1.5 months to 2 months വരെ നമ്മൾ അതിൻ്റെ കെയർ കൊടുക്കണം. പിന്നെ ബാക്ക് ടു നോർമൽ നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങാം. ചില പ്രത്യേകതരം കാർട്ടിലേജ് ടയറിനോ അല്ലെങ്കിൽ ACLൻ്റെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പാർഷ്യൽ ടയറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യേകമായ പ്രോട്ടോകോൾ ഉണ്ട് ഫിസിയോതെറാപ്പിയിൽ. അത് ഫിസിയോതെറാപ്പിസ്റ്റ് സഹായത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. പിന്നെ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ചെയ്ത ആൾക്കാർക്ക് പൊതുവേ പറഞ്ഞ പോലെ ഗ്രേഡ് 4 ഒക്കെ ആയിരിക്കാം. അപ്പം എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷേ വേദന കുറച്ച് കൊണ്ടുവരാനുള്ള കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മുട്ടിന് ഉള്ള ഇഞ്ചക്ഷനും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഓവറോൾ ഐഡിയ. ഇത് ഏത് പേഷ്യൻറ്റിന് എന്ത് ചെയ്യണം എന്നുള്ളത് ഡോക്ടറാണ് തീരുമാനിക്കുന്നത്. പൊതുവേ ഈ ഒരു ഇഞ്ചക്ഷൻ രൂപത്തിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ കുറേ വേദന സംഹാരികളും അല്ലാതെയുള്ള മുട്ടിൻ്റെ കാർട്ടിലേജ് ഗ്രോത്ത് ചെയ്യാനുള്ള മെഡിസിൻസും മാത്രം കഴിച്ചുകൊണ്ടുള്ള ബെനിഫിറ്റിനേക്കാൾ നല്ലതാണ് ടാർഗറ്റഡായിട്ട് നമ്മൾ കൊടുക്കുന്ന എന്തെങ്കിലും ഇൻ്റർവെൻഷൻ.